നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ബേസ് ഫോമിന്റെ യൂസേജിനെ കുറിച്ചായിരുന്നു അല്ലേ? വെർബിന്റെ 4 ഫോമുകളിൽ ഒന്നായിട്ടുള്ള ബേസ് ഫോം പല ഒക്കേഷനുകളിൽ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അങ്ങനെ ഒരു 6 ഒക്കേഷനുകളോളം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതിനകത്ത് 6ാമത്തെ കംപ്ലീറ്റ് ആയില്ല. 6ാമത്തെയാണ് മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ ബേസ് ഫോം യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസ് ഓഫ് ഓക്സിലറി വെർബ്സ് വിത്ത് ബേസ് ഫോം ഓഫ് ദ മെയിൻ വെർബ് അല്ലെ? മെയിൻ വെർബിന്റെ ബേസ് ഫോമിന്റെ കൂടെ എങ്ങനെ മോഡൽ ഓക്സിലറി വെർബുകൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ മോഡൽ ഓക്സിലറി വെർബുകളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ ഓക്സിലറി വെർബിന്റെ 2 ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള പ്രൈമറി ഓക്സിലറി വെർബും മോഡൽ ഓക്സിലറി വെർബും. അതിനകത്ത് ഒന്നാണ് മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് അല്ലെ? ആ മോഡൽ ഓക്സിലറി പ്രൈമറി ഓക്സിലറി വെർബുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? ബിയുടെ ഡിഫറെന്റ് ഫോമുകളായിട്ടുള്ള മിസ് ആർ വാസ് വെയർ, ഹാവിന്റെ ഡിഫറെന്റ് ഫോം ആയിട്ടുള്ള ഹാസ് ഹാവ് ഹാഡ് അല്ലയോ? ഡൂവിന്റെ ഡിഫറെന്റ് ഫോം ആയിട്ടുള്ള ഡു ഡസ് ഡിഡ്. ഇത്രയും പ്രൈമറി ഓക്സിലറി വെർബുകളാണ്. അടുത്തതാണ് മോഡൽ ഓക്സിലറി വെർബുകൾ. ആ മോഡൽ ഓക്സിലറി വെർബുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മെയ്, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ് ടു, ഓർ ടു, ഹാവ് ടു. ഇത്രയും മോഡൽ ഓക്സിലറി വെർബുകളാണ് അല്ലെ? ലാസ്റ്റ് ക്ലാസ് നമ്മൾ വിൽ, ഷാൾ, ക്യാൻ, മെയ് ഈ ഇത്രയും മോഡൽ ഓക്സിലറി വെർബിന്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ള പഠിച്ചു അല്ലെ? അപ്പൊ ഈ മോഡൽ ഓക്സിലറി വെർബുകൾക്ക് ശേഷം എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ? അത് എങ്ങനെ പല സെന്റൻസുകളിൽ പല മീനിങ്ങുകളിൽ എങ്ങനെ പല സെന്റൻസുകളിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വില്ലും ഷാളും യൂസ് ചെയ്യുന്നത് എപ്പോഴും ഫ്യൂച്ചറിനെ കാണിക്കാനാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനകത്ത് വില്ലിനും ഷാളിനെ പാസ്റ്റ് ടെൻസ് ആയിട്ട് വുഡ് എപ്പോഴും യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലെ? ഷുഡ് എന്ന് പറയുന്നത് എന്താണ്? ഷാളിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്നെങ്കിൽ അതൊരു ഒബ്ലിഗേഷൻ, ഡ്യൂട്ടി ഒബ്ലിഗേഷനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബാണെന്ന് മനസ്സിലാക്കി അല്ലെ? പിന്നെ ക്യാൻ എബിലിറ്റിയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലെ? മെയ് എന്ന് പറയുന്നത് പോസിബിലിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇപ്പം ഈ ഇത്രയും മോഡൽ ഓക്സിലറി വിൽ, ഷാൽ, ക്യാൻ, മെയ് ഇത്രയും ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു സെന്റൻസിന്റെ മീനിങ്ങിൽ വരുന്ന മാറ്റം എന്ന് പറയുമ്പോൾ ഐ വിൽ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമെന്നാണ്. ഐ ഷാൽ ഗോ എന്ന് പറയുമ്പോൾ പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2 സെയിം മീനിങ് തന്നെ ഉപയോഗിക്കുന്നതാണ്. മോഡേൺ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഈ വിൽ ഷാളിന്റെ യൂസേജിൽ പ്രത്യേക വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. നോ ഡിസ്റ്റിങ്ഷൻ അല്ലയോ? അതായത് പ്രത്യേക വ്യത്യാസങ്ങളൊന്നും ഇല്ല. അത് രണ്ടും യൂസ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. സാധാരണയായിട്ടൊരു എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രാമറിന്റെ ആ ഒരു റൂളില് ശരിക്കും എന്താണ് ഐയുടെയും കൂടെയും വിയുടെയും കൂടെയാണ് ഷാൾ യൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള സെക്കൻഡ് പേഴ്സന്റെയും തേർഡ് പേഴ്സണെ കൂടെ വിൽ യൂസ് ചെയ്യണം. എന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യും. അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്നാൽ നമ്മളപ്പം ഐ വിൽ ഗോ ദെയർ എന്ന് പറഞ്ഞ എന്റെ മീനിങ് ഞാൻ പോകുമെന്നാണ്. ഐ ഷാൽ ഗോ ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമെന്നാണ്. ഐ ക്യാൻ ഗോ ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാനാകും എന്നാണ് മീനിങ് അല്ലെ? ഐ മെയ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയേക്കാം എന്നാണ്. അതായത് പോസിബിലിറ്റി ആണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ 4 മോഡൽ ഓക്സിലറി വെർബുകൾ ബേസ് ഫോമിന്റെ കൂടെ ചേർക്കുമ്പോൾ അതിനുണ്ടാകുന്ന സെന്റൻസിനുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കേണ്ടത് മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ് ടു, ഓർ ടു, ഹാവ് ടു ഇത്രയാണ് പഠിക്കുന്നത്. ഇതിലൊരൊന്നും എടുത്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. അതിലൊന്നാമത്തേതാണ് എന്ന് പറയുന്നത് മസ്റ്റ് എന്ന് പറയുന്നത്. മസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് എ ഡ്യൂട്ടി ഒബ്ലിഗേഷൻ. ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, നമ്മുടെ കടമ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് സാധാരണ മസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേ മീനിങ് തന്നെ യൂസ് ചെയ്യുന്ന വേറൊരു ഓക്സിലറി വെർബാണ്, മോഡൽ ഓക്സിലറി വെർബാണ് ഹാവ് ടു എന്ന് പറയുന്നത്. ഏതാണ്? ഹാവ് ടു. മസ്റ്റും ഹാവ് ടു സെയിം മീനിങ് തന്നെ യൂസ് ചെയ്യുന്നതാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഒബ്ലിഗേഷൻ കംസ് ഫ്രം ദ സ്പീക്കർ, പറയുന്ന ആള് പറഞ്ഞേൽപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, ആരാണോ പറയുന്നത് അയാൾ പറഞ്ഞേൽപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ്. ഹാവ് ടു എന്ന് പറയുന്നത് ജനറലി പറയുന്നത്, കോമൺ ആയിട്ട് പറയുന്നതാണെന്നുണ്ടെങ്കിൽ എന്താണ്? കോമൺ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കോമൺ ഡ്യൂട്ടി, കോമൺ ആയിട്ടുള്ള ഒരു കടമ പറയാനായിട്ടാണ് ഹാവ് ടു ഉപയോഗിക്കുന്നത്. മസ്റ്റ് എന്ന് പറയുന്നത് ആരാണോ ആവശ്യപ്പെടുന്നത് അയാൾ നിർബന്ധമായിട്ടും അടിച്ചേൽപ്പിക്കുന്നതാണ് മസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ എഴുതി കഴിയുമ്പോഴത്തേക്കിനും യു മസ്റ്റ് കംപ്ലീറ്റ് ദീസ് നോട്ട്സ് എന്ന് ഞാൻ പറയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഐ ആസ്ക് യു ടു കംപ്ലീറ്റ് ദീസ് നോട്ട്സ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ ഈ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അതായത് ഒബ്ലിഗേഷൻ കംസ് ഫ്രം ദ സ്പീക്കർ. ഹു സ്പീക്സ് ഹിയർ? ആരാണ് സംസാരിക്കുന്നത്? ഞാനാണ് ഇവിടെ സംസാരിക്കുന്നത് അല്ലേ? ഐ ആസ്ക് യു ടു കംപ്ലീറ്റ് ദ നോട്ട്സ്. ഞാനാണ് നിങ്ങളോട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്.
അപ്പോൾ എന്താണ്, യു മസ്റ്റ് കംപ്ലീറ്റ് ദീസ് നോട്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിനകത്ത് പറയാ യു ഹാവ് ടു കംപ്ലീറ്റ് ദീസ് നോട്ട്സ്, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഈ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നല്ല അത് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഞാൻ നിങ്ങളെ പ്രോംപ്റ്റ് ചെയ്യത്തൊന്നുമില്ല, ഫോഴ്സ് ചെയ്യത്തൊന്നുമില്ല. നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ അത് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിനകത്ത് പറഞ്ഞാൽ ഇറ്റ്സ് മൈ ഓർഡർ, ഞാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. യു മസ്റ്റ് കംപ്ലീറ്റ് ദീസ് നോട്ട്സ്, ഈ നോട്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇതാണ് മസ്റ്റും ഹാവ് ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ കംസ് ഫ്രം ദ സ്പീക്കർ. പറയുന്ന ആള് തന്നെ ആ കാര്യം നിർബന്ധമായിട്ട് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, പിന്നെ അവിടെ മസ്റ്റ് യൂസ് ചെയ്യണം. എന്നാൽ ഒരു കോമൺ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഹാവ് ടു യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയുകയാണ് യു മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹോം, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ വീട്ടിൽ ഇരുന്നോളാം. യു ഹാവ് ടു സ്റ്റേ അറ്റ് ഹോം. ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ കോവിഡ് ഒക്കെ ഇങ്ങനെ കൂടി വരികയാണ്. നിങ്ങൾ വീടിന് വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടാകാം, നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കാം അല്ലേ. അപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുന്നതല്ലേ നല്ലത്. ഹാവ് ടു സ്റ്റേ അറ്റ് ഹോം ഡ്യൂറിങ് ദിസ് ടൈം ഓഫ് പാൻഡമിക് അല്ലേ. ഈ ഒരു പാൻഡമിക് ടൈമിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. മനസ്സിലായില്ലേ? അത് ഞാൻ നിങ്ങളോട് നിർബന്ധമായിട്ട് ആവശ്യപ്പെടുകയല്ല, അതൊരു കോമൺ, ഇറ്റ്സ് യുവർ കോമൺ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഒരു പൊതു ഉത്തരവാദിത്വം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുക. ഇതാണ് മസ്റ്റും ഹാവ് ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം രണ്ടിന്റെ മീനിങ് എന്താണ്, ചെയ്യണം എന്ന് തന്നെയാണ് അല്ലേ. യു മസ്റ്റ് റൈറ്റ് ഡൗൺ ദീസ് നോട്ട്സ് എന്ന് പറയാൻ നിങ്ങൾ നോട്ട്സ് എഴുതിയിരിക്കണം. യു ഹാവ് ടു റൈറ്റ് ഡൗൺ ദീസ് നോട്ട്സ് എന്ന് പറയാൻ നിങ്ങൾ നോട്ട്സ് എഴുതിയിരിക്കണം. രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ. യു മസ്റ്റ് എവേക്ക് അറ്റ് 6 o'clock, നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കണം അല്ലേ. യു ഹാവ് ടു എവേക്ക് അറ്റ് 6 o'clock, നിങ്ങൾക്ക് 6 മണിക്ക് എഴുന്നേൽക്കാം അല്ലേ. അപ്പം ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു എവേക്ക് അറ്റ് 6 o'clock എന്നുള്ളതാണ് യു ഹാവ് ടു എവേക്ക് അറ്റ് 6 o'clock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മീനിങ് അല്ലേ. അപ്പൊ അങ്ങനെ മസ്റ്റും ഹാവ് ടും ചേർത്ത് നിങ്ങൾക്ക് സെന്റൻസുകൾ, ഡിഫറെന്റ് സെന്റൻസുകൾ എഴുതാം അല്ലേ. യു ഹാവ് ടു ഗോ ടു സ്കൂൾ, യു മസ്റ്റ് ഗോ ടു സ്കൂൾ. നിങ്ങൾ യു മസ്റ്റ് ഗോ ടു സ്കൂൾ ടുഡേ, ഇന്ന് നിങ്ങൾ സ്കൂളിലേക്ക് നിർബന്ധമായി പോയിരിക്കണം. യു മസ്റ്റ് ഗോ ടു സ്കൂൾ ടുഡേ എന്ന് പറഞ്ഞ അർത്ഥം. യു ഹാവ് ടു ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാം അല്ലേ, പോകേണ്ട. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അപ്പൊ അങ്ങനെ മസ്റ്റും ഹാവ് ടും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഡിഫറെന്റ് സെന്റൻസ് ഇങ്ങനെ എഴുതാമല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ള വെർബുകൾ വെച്ചിട്ട് ഡിഫറെന്റ് സെന്റൻസുകൾ എഴുതാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞിട്ട് എപ്പോഴും എന്താണ്, ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മസ്റ്റിന്റെ മീനിങ് എന്താണ്, ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ എന്നുള്ളതാണ്. ഒബ്ലിഗേഷൻ കംസ് ഫ്രം സ്പീക്കർ അല്ലേ. ഹാവ് ടു എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ comes from somewhere else. വേറെ ആരെങ്കിലും നിന്നും അല്ലേ. വേറെ എവിടെയെങ്കിലും നിന്നും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിന്നും എന്താണ്, ELSE ആണ് എൽസിന്റെ സ്പെല്ലിങ്. സംവെയർ എൽസ്. ഒബ്ലിഗേഷൻ കംസ് ഫ്രം സംവെയർ എൽസ്, ഒബ്ലിഗേഷൻ കംസ് ഫ്രം സ്പീക്കർ. ഇതാണ് മസ്റ്റിന്റെ മീനിങ്. ഒബ്ലിഗേഷൻ കംസ് ഫ്രം സ്പീക്കർ. ഹാവ് ടു എന്ന് പറയുമ്പോൾ ഒബ്ലിഗേഷൻ കംസ് ഫ്രം സംവെയർ എൽസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഇതിനകത്ത് മസ്റ്റും ഹാവ് ടു നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ രണ്ടിന്റെയും പാസ്റ്റ് ഫോം ആണ് ഹാഡ് ടു എന്ന് പറയുന്നത്. അതിന് പാസ്റ്റ് ഫോം, മസ്റ്റിന് പ്രത്യേക പാസ്റ്റ് ഫോം ഇല്ല. മസ്റ്റിന്റെ, ഹാവ് ടുവിന്റെയും ഓട്ട് ടുവിന്റെയും പാസ്റ്റ് ഫോം ആണ് ഹാഡ് ടു എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് നെക്സ്റ്റ് വണ്ണോട് നമുക്ക് പഠിക്കാം. അടുത്തതിന്റെ മീനിങ് സെയിം തന്നെയാണ്. ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വൺ ഉപയോഗിക്കുന്നത്. അതായത് ഓട്ട് ടു എന്ന് പറഞ്ഞാൽ ഇതേ മീനിങ് തന്നെയാണ്, ഇപ്പൊ പറഞ്ഞ മീനിങ് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം, ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. മോറൽ ഒബ്ലിഗേഷൻ എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. മോറൽ ഒബ്ലിഗേഷൻ എന്താണ്, മോറൽ ഒബ്ലിഗേഷൻ എന്ന് പറയും. എന്താണ്, ഓട്ട് ടു എന്ന് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്വം. ഇപ്പൊ ഞാൻ പറയുകയാണ് യു ഓട്ട് ടു സ്റ്റേ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാൻഡമിക് ഒക്കെ ആയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. യു ഓട്ട് ടു സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്നത്.
അല്ലെന്നുണ്ടെങ്കിൽ യു ഓട്ട് ടു ഹെൽപ്പ് യുവർ പേരൻസ്. വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും സഹായിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ മോറൽ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്, അല്ലയോ? യു ഓട്ട് ടു ഹെൽപ്പ് ദ നീഡി പീപ്പിൾ, അതായത് ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, അല്ലയോ? യു ഓട്ട് നോട്ട് ടു ടെൽ ലൈ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. യു ഓട്ട് ടു ഒബേ യുവർ പേരൻസ്, നിങ്ങളുടെ പേരൻസിനെ ഒബേ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, അല്ലേ? യുവർ മോറൽ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങനെ ധാർമ്മിക ഉത്തരവാദിത്തത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, ഓട്ട് ടു എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? മസ്റ്റ് പഠിച്ചു, നെക്സ്റ്റ് ഹാവ് ടു പഠിച്ചു, അടുത്ത എന്താണ്, ഓട്ട് ടു പഠിച്ചു. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ലിഗേഷൻ കംസ് ഫ്രം സ്പീക്കർ, പറയുന്ന ആള് തന്നെ നിർബന്ധമായിട്ടും എന്താണ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ മസ്റ്റ് ഉപയോഗിക്കണം, അല്ലയോ? കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒബ്ലിഗേഷൻ കംസ് ഫ്രം സംവെയർ എൽസ്, കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഹാവ് ടു യൂസ് ചെയ്യണം, അല്ലയോ? ഇനി ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മിക ഉത്തരവാദിത്തത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം? ഓട്ട് ടു യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ മൂന്ന് മോഡൽ ഓക്സിലറി വെർബുകൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നുള്ള മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഇനി അടുത്തത് ഏതാണ്? നീഡ്, ഡെയർ. നീഡ്, ഡെയർ. നീഡിന്റെ മീനിങ് നെസസിറ്റി എന്നാണ്. നീഡിന്റെ മീനിങ് നെസസിറ്റി. ഡെയറിന്റെ മീനിങ് ബി ബ്രേവ് ഇനഫ് എന്നാണ്. ബി ബ്രേവ് ഇനഫ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള നീഡിന്റെ മീനിങ് ആവശ്യകത, ഡെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യപ്പെടുക എന്നുള്ള മീനിങ്, മറ്റേത് ആവശ്യകതയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ധൈര്യപ്പെടുക. അപ്പൊ ഇതിന് രണ്ടിനും ഒരു സാമ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഓക്സിലറി വെർബായിട്ടും മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യും. ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ നീഡ്, ഡെയർ ഈ ഒറ്റ ഫോം മാത്രമേ ഉള്ളൂ. അതായത് സബ്ജക്ട് സിംഗുലർ ആകുമ്പോഴും പ്ലൂറൽ ആകുമ്പോഴും വ്യത്യാസം വരുന്നില്ല. സബ്ജക്ട് അതായത് ഡിഫറെന്റ് ഫോമുകൾ, ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെ ഫോമുകൾ വരുമ്പോഴും വ്യത്യാസപ്പെടുന്നില്ല ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ. എന്നാൽ മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആകുമ്പോഴും പ്ലൂറൽ ആകുമ്പോഴും വ്യത്യാസപ്പെടും. ഇനി ഡിഫറെന്റ് ഫോമുകൾ, ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫോമുകൾ ഉപയോഗിക്കുമ്പോഴും വ്യത്യാസപ്പെടും. പിന്നെ രണ്ടിനുമുള്ള പ്രത്യേകത, ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ സെന്റൻസുകളിലും നെഗറ്റീവ് സെന്റൻസുകളിലുമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ നീഡിന്റെ പ്രത്യേകത, ഒന്നാമത്തെ സെന്റൻസ് എഴുതുക, ഹി നീഡ് നോട്ട്. നീഡിന്റെ എന്നാണ് ഷോർട്ട് ഫോം അല്ല, നീഡ് നോട്ട്, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ഹി നീഡ് നോട്ട് ഗോ ദെയർ. ഹി നീഡ് നോട്ട് ഗോ ദെയർ. ഇവിടെ നോക്കിയേ, സബ്ജക്ട് ഹി, നീഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, പിന്നെ നെഗറ്റീവിനെ കാണിക്കാനായിട്ട് നെഗറ്റീവ് വേർഡ് നോട്ട്, പിന്നെ ഗോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിൻ വെർബ് ഗോ ദെയർ. അപ്പൊ ഇത് മെയിൻ വെർബും ഇവിടെ നീഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബുമാണ്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ സെന്റൻസ് നേരത്തെ പഠിച്ചായിരുന്നു, സബ്ജക്ട് ഹി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ബേസ് ഫോം യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ ബേസ് ഫോമിന്റെ കൂടെ SORES ചേർക്കണം. ഇവിടെ നോക്കിയേ, നീഡ്സ് എന്നല്ല എഴുതിയിരിക്കുന്നത്, നീഡ് എന്ന് മാത്രം എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാ? ഇവിടെ ഓക്സിലറി വെർബ് ആയതുകൊണ്ടാണ് നീഡ് എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇനി വേറൊരു സെന്റൻസ് നോക്കിയേ, ഹി നീഡ്സ് സം ഹെൽപ്പ്. ഹി നീഡ്സ് സം ഹെൽപ്പ്. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, ഈ നെഗറ്റീവ് സെന്റൻസുകളിലെ ക്വസ്റ്റ്യൻ ആയിട്ടും നെഗറ്റീവ് സെന്റൻസ്, സാധാരണ ഇത് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനകത്തും നെഗറ്റീവ് സെന്റൻസുകളിലെ ഉപയോഗിക്കാറുള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ എന്താണ് മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സെന്റൻസുകളിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹി നീഡ്സ് സം ഹെൽപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ സബ്ജക്ട് ഹി, നീഡ്സ് എന്ന് പറയുന്ന വെർബ്, സം ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിനകത്തെ സെന്റൻസിനകത്തെ ഒബ്ജക്റ്റ് ആണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഓഫ് ദ വേർഡ്സ് ആണ്, അത് ഒബ്ജക്റ്റ് ആണ്. അവിടെ അടുത്ത വെർബായിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ഹി നീഡ്സ് സം ഹെൽപ്പ്, സഹായം ആവശ്യമാണ്. ഹെൽപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നൗണായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ നീഡ്സ് എന്ന് പറയുന്നത് മെയിൻ വെർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ സിംഗുലർ ആണെങ്കിൽ അതിന്റെ കൂടെ എസ് ചേർന്ന് വരണം. മനസ്സിലായില്ലേ? ഇനിയും അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ ഹി നീഡഡ് സം ഹെൽപ്പ്, അതിന്റെ പാസ്റ്റ് ഫോം എഴുതാം. അപ്പൊ ഇവിടെ പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെന്നുണ്ടെങ്കിലും എന്താണ്? പിന്നെ ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യും. ഡിഫറെന്റ് ഫോമുകളില്ല. ഡെയറും ഇതേപോലെ തന്നെയാണ്. അപ്പൊ ഇതാണ്
നീഡിന്റെ പ്രത്യേകത ഹി നീഡ് നോട്ട് ഗോ ദെയർ അല്ലയോ. നീഡ് ഐ ഹെൽപ്പ് യു അത് ക്വസ്റ്റ്യൻ സെന്റൻസ്. ഹി നീഡ് നോട്ട് ഗോ ദെയർ എന്ന് പറയുന്നത് എന്താണ്, ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് സെന്റൻസ് അല്ലയോ. ഹി നീഡ്സ് സം ഹെൽപ്പ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുന്ന സെന്റൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നീഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. നീഡ് എന്ന് പറയുമ്പോൾ നീഡിന്റെ യൂസേജ് എന്ന് പറയുന്നത്, നീഡ് എന്ന് പറഞ്ഞ മീനിങ് നെസസിറ്റി എന്നാണ്. ഓർത്തിരിക്കുക, മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് സിംഗുലർ പ്ലൂറലും ഉണ്ട്, ഡിഫറെന്റ് ഫോമുകൾ, ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള ഫോം ഉണ്ട് അല്ലയോ. എന്നാൽ എന്താണ് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഫോമുകളില്ല. അപ്പോൾ അത് അതിന്റെ നോട്ട്സ് ഒന്ന് പ്രത്യേകം എഴുതിയിട്ട് നമുക്ക് ഡയറിലേക്ക് പോകാം. അപ്പം നോക്കിയേ, എന്താണ് നീഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ നോ ഫോംസ് ആസ് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബായിട്ട് ഫോമുകളില്ല. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ എങ്ങനെ എഴുതാം? ഹി need not go there. ഇത് ഓക്സിലറി വെർബാണ്, ഓക്സിലറി വെർബ് അല്ലേ. ഇനി അടുത്തത് need I help you. ഇത് ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്. ഇത് നെഗറ്റീവ് സെന്റൻസും ഇത് നെഗറ്റീവ് സെന്റൻസും ഇത് ക്വസ്റ്റ്യൻ സെന്റൻസും ആണ്. മനസ്സിലായില്ലേ? അപ്പം ഹി നീഡ് നോട്ട് ഗോ ദെയർ എന്നുള്ള നെഗറ്റീവ് സെന്റൻസ് ആണ്. അതിനകത്ത് ഓക്സിലറി വെർബായിട്ടാണ് നീഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നോ ഫോംസ്, നോ ഡിഫറെന്റ് ഫോംസ്, പ്രത്യേക ഫോമുകളില്ല. നോ ഡിഫറെന്റ് ഫോംസ് ആസ് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഫോമുകളില്ല. നീഡ് ഐ ഹെൽപ്പ് യു ഇതും ഓക്സിലറി വെർബായിട്ടാണ്. ഇവിടെ ഓക്സിലറി വെർബ് ഹെൽപ്പ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. മനസ്സിലായില്ലേ? ഇനി ഇത് മെയിൻ വെർബായിട്ട് മെയിൻ വെർബ് need as main verb. He needs my help. What? He needs some cash. കുറച്ച് പൈസ വേണം അല്ലേ. he needs some cash. നോക്കി ഇവിടെ സബ്ജക്റ്റ് ഹി, നീഡ്സ് എന്ന് പറയുന്ന വെർബ് അല്ലേ. സം ക്യാഷ് അല്ലല്ലോ, ഇത് അടുത്ത നൗൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, വേറെ വെർബുകളൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം വെർബിനെ സഹായിക്കാനായിട്ടല്ല ഇവിടെ നീഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്, മെയിൻ വെർബായിട്ടാണ് യൂസ്. അപ്പൊ ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഏതാണ്? നീഡ്സ് എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയപ്പോൾ എന്താണ്, നീഡ്സ് എന്നുള്ള ഡിഫറെന്റ് ഫോമുകൾ, നീഡ്സ് എന്നുള്ള സിംഗുലർ ഫോം യൂസ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പൊ ഇനി അടുത്ത അതേപോലെ തന്നെ ഇനി എന്താണ്, ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആവശ്യമായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതുന്നത്? ഹി നീഡഡ്, അങ്ങനെ എഴുതും. ഹി നീഡഡ് സം ക്യാഷ്. ഹി നീഡഡ് സം ക്യാഷ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഡിഫറെന്റ് ഫോമുകളായി. എപ്പോഴാണ് മെയിൻ വെർബായിട്ട് യൂസ്. ഇവിടെ നോക്കുക, ഹി നീഡഡ് സം ക്യാഷ്. ഇവിടെ ഒറ്റൊരു വെർബേ ഉള്ളൂ, ഏതാണ്? നീഡഡ് ആണ്. അതുകൊണ്ട് നീഡഡ് അവിടുത്തെ മെയിൻ വെർബാണ്. അങ്ങനെ നീഡഡ് മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന് ഡിഫറെന്റ് ഫോമുകളുണ്ട്. ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഫോമുകളില്ല. മീനിങ്, നെസസിറ്റി, ആവശ്യകത എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ഇനി അടുത്താണ് നമ്മൾ പഠിക്കുന്നത് ഡെയർ. ബ്രേവ് ഇനഫ് എന്നുള്ളതാണ് ഡെയറിന്റെ മീനിങ്. ബി ബ്രേവ് ഇനഫ്, ധൈര്യപ്പെടുക എന്ന് മലയാള അർത്ഥം. എന്താണ്? ധൈര്യപ്പെടുക. ഡെയറിനും ഇതേപോലെ തന്നെയാണ്. ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അതിന് ഡിഫറെന്റ് ഫോമുകളില്ല. എന്നാൽ മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഫോമുകളുണ്ട്. മനസ്സിലായില്ലേ? എക്സാമ്പിൾ നോക്കാം. ഡെയർ ആസ് ഓക്സിലറി വെർബ് എന്ന്, ആസ് ഓക്സിലറി വെർബ്. ഹി ഡെയറിന്റെ ഡെയർ നോട്ട് എന്നുള്ളതാണ്. ഹെൽപ്പ് മീ നേരത്തെ പറഞ്ഞ മറക്കാതിരിക്കുക. ഇത് സാധാരണ ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ സെന്റൻസിലും എന്താണ് നെഗറ്റീവ് സെന്റൻസുകളിലുമാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് സെന്റൻസ് വളരെ റെയർ ആയിട്ടേ ഉപയോഗിക്കത്തുള്ളൂ. ഇനി മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് സെന്റൻസിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹി ഡെയറിന്റെ ഹെൽപ്പ് മീ. മനസ്സിലായില്ലേ? ഇപ്പൊ ഡെയറിന്റെ എന്ന് പറഞ്ഞ ഇവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ മെയിൻ വെർബ്, അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഓക്സിലറി വെർബായിട്ട് ഡെയറിന്റെ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിന്റെ എന്താണ്, നമുക്ക് മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യും. ആസ് മെയിൻ വെർബ് ഒന്ന് നോക്കാം. മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് പറയുന്നത്,
he dared me to a duel. He dared me to a duel. നോക്കിയേ, he subject, dared എന്ന് പറയുന്ന വെർബ്, me അല്ലേ, റെസ്റ്റ് ഓഫ് ദ വേർഡ്സ് ഇതിനകത്തൊന്നും വേറെ വെർബുകളിലോ, ഒറ്റൊരു വെർബേ ഉള്ളൂ. ഏതാണ്? ഡേഡ് എന്ന് പറയുന്ന വെർബ് മാത്രം അല്ലേ. അപ്പൊ അവിടെ എന്താണ്? ഡേഡ് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ വെർബാണ്. അപ്പൊ മെയിൻ വെർബായിട്ട് യൂസ് ചെയ്തപ്പോൾ എന്താണ്? ഡേറിന്റെ എന്താണ് പാസ്റ്റ് ഫോം ആയിട്ടുള്ള ഡേഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലയോ. എന്നാൽ ഇത് എന്താണ് ഇവിടെ എന്താണ് നമ്മുടെ ഓക്സിലറി വെർബ് ആയതുകൊണ്ട് അതിന്റെ ഡിഫറെന്റ് ഫോമുകൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഏതൊക്കെ മനസ്സിലായി കഴിഞ്ഞു? നീഡും ഡെയറും മനസ്സിലായി കഴിഞ്ഞു. മസ്റ്റ്, ഹാവ് ടു, ഓട്ട് ടു, പിന്നെ എന്താണ് നീഡ്, ഡെയർ. ഇനി ലാസ്റ്റ് വൺ ആണ് യൂസ് ടു എന്ന് പറയുന്നത് അല്ലേ. യൂസ് ടു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഹാബിറ്റിനെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ലാസ്റ്റ് വൺ ആണ് യൂസ് ടു എന്ന് പറയുന്നത്. യൂസ് ടു മീനിങ് പാസ്റ്റ് ഹാബിറ്റ്, അതായത് യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ഹാബിറ്റിനെ, അതായത് നമ്മൾ ഒരു പഴയ കാലത്ത് പണ്ട് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലം, പാസ്റ്റ് ഹാബിറ്റ്, ഒരു ശീലത്തെയാണ്. നേരത്തെ ചെയ്തിരുന്നു, നോട്ട് നൗ, അതായത് പണ്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലാണ് എന്തുപയോഗിക്കേണ്ടത്? യൂസ് ടു ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു പാസ്റ്റ് ഹാബിറ്റിനെ പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ നേരത്തെ നിങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, സ്ഥിരമായിട്ട് എഴുന്നേൽക്കും. എങ്ങനെ പറയാം? ഐ യൂസ് ടു awake at 5 o'clock. പതിവായിട്ട് 5 മണിക്ക് എഴുന്നേൽക്കും. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പതിവായിട്ട് 5 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു, നോട്ട് നൗ. ഇപ്പം 5 മണിക്കല്ല, 6 മണിക്കോ 7 മണിക്കോ 10 മണിക്കോ ആയിരിക്കും എഴുന്നേൽക്കുന്നത് അല്ലേ. ഇനി ഐ യൂസ് ടു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. ഞാൻ നേരത്തെ പതിവായി രാവിലെ കുളിക്കുമായിരുന്നു. ഇപ്പോൾ രാവിലെ അല്ല കുളിക്കുന്നത്, ഇപ്പോൾ വൈകിട്ടാണ് കുളിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്താണ് കുളിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു ശീലം, അതിനെയാണെന്ന് പറയുന്നിരിക്കുന്നത്. അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എന്ത് ഉപയോഗിക്കുന്നത്? യൂസ് ടു. യൂസ് ടുവിന്റെ മീനിങ് എന്താണ്? പാസ്റ്റ് ഹാബിറ്റ് എന്നാണ്. ഐ യൂസ് ടു ക്ലൈംബ് ട്രീസ് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ്. എന്റെ ബാല്യകാലത്ത് ഞാൻ സ്ഥിരമായിട്ട് മരത്തെ കയറുമായിരുന്നു. അല്ല, പാസ്റ്റ് ഹാബിറ്റിനെ പറയാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഐ യൂസ് ടു വാച്ച് ടി വി. ഞാൻ സ്ഥിരമായിട്ട് നേരത്തെ ടി വി കാണുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ എന്താണ് പാസ്റ്റ് ഹാബിറ്റിനെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ടു എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മോഡൽ ഓക്സിലറി വെർബുകൾ കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. അപ്പൊ ഓർത്തു വെക്കുക, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മെയ്, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ് ടു, ഓട്ട് ടു, ഹാവ് ടു. അതിനകത്ത് വിൽ, ഷാൾ എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. വില്ലിന്റെ ഷാളിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ് അല്ലയോ. എന്നാൽ ഷാളിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ് എങ്കിലും അത് സാധാരണയായിട്ട് ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ അതിനെ പറയാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബാണ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? ക്യാൻ ആണ്. ക്യാൻ എബിലിറ്റിയെ കാണിക്കുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. പിന്നെ മെയ് എന്താണ്? പോസിബിലിറ്റിയെ കാണിക്കുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എന്ന് പറയുന്നത് മൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്യൂട്ടി, ഒബ്ലിഗേഷൻ, റെസ്പോൺസിബിലിറ്റി, ഇത്രയും എന്താണ് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി വെർബുകളാണ് മസ്റ്റ്, നീഡ്, ഡെയർ, യൂസ് ടു, ഓട്ട് ടു, ഹാവ് ടു എന്ന് പറയുന്നത്. അതിനകത്ത് മസ്റ്റ്, ഹാവ് ടു, ഓട്ട് ടു ഇത് മൂന്നും സെയിം മീനിങ് ആണ്. മൂന്നിന്റെയും മീനിങ്ങിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മസ്റ്റ് എന്താണ്? ഒരാൾ നിർബന്ധിച്ച് ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ മസ്റ്റ് ചേർക്കണം. ഒരു കോമൺ ഒബ്ലിഗേഷൻ എന്നുള്ള രീതി പറയുകയാണെങ്കിൽ ഹാവ് ടു ചേർക്കണം അല്ലയോ. മോറൽ ഒബ്ലിഗേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഓട്ട് ടു ചേർക്കണം അല്ലെ. നെക്സ്റ്റ് നീഡും ഡെയറുമാണ്. നീഡും ഡെയറും, നീഡ് നെസസിറ്റിയെ കാണിക്കുന്നു, ഡെയർ എന്ന് പറയുന്നത് ബി ബ്രേവ് ഇനഫ്, ധൈര്യത്തെ കാണിക്കുന്നു അല്ലയോ. ഇനിയും ഇത് രണ്ടും കഴിഞ്ഞിട്ട് എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. നീഡിനും ഡെയറിനും രണ്ട് രീതിയിലും ഓക്സിലറി വെർബായിട്ടും മെയിൻ വെർബായിട്ടും നീഡും ഡെയറും യൂസ് ചെയ്യും. ഓക്സിലറി വെർബാകുമ്പോൾ ഡിഫറെന്റ് ഫോമുകളില്ല, മെയിൻ വെർബായിട്ട് വരുമ്പോൾ ഡിഫറെന്റ് ഫോമുകൾ ഉണ്ടായിരിക്കും അല്ലയോ. അടുത്ത യൂസ് ടു ആണ്. യൂസ് ടു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് നേരത്തെ ഒരു സമയത്ത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു
ഒരു കാര്യം അല്ലെ, അത് ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യൂസ് ടു ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ഇത്രയാണ് എന്താണ് മോഡൽ ഓക്സിലറി വെർബിന്റെ യൂസേജ് എന്ന് പറയുന്നത്. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എപ്പോഴും വെർബിന്റെ ബേസ് ഫോമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമ്മള് എന്താണ് ബേസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്ന പല കേസുകൾ, അതായത് 6 കേസുകൾ നമ്മൾ മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പെർമനന്റ് ട്രൂത്ത്, അതായത് യൂണിവേഴ്സൽ ട്രൂത്തുകൾ പറയാനായിട്ട് എപ്പോഴും ബേസ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് പെർമനന്റ് സ്റ്റേറ്റ്, അതായത് മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒരു കണ്ടീഷനെ പറയാനായിട്ട് എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അടുത്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹാബിച്വൽ ആക്ഷൻസ്, നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് എല്ലാ ദിവസവും ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പറയാനായിട്ട് എന്താണ് എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസ്, വെർബിൽ തുടങ്ങുന്നത്, അതായത് നമുക്കൊരു റിക്വസ്റ്റ്, സജഷന്, അഡ്വൈസ്, കമാൻഡ് ഇതൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള സെന്റൻസിനകത്ത് അല്ലെങ്കിൽ വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസിനകത്ത് എപ്പോഴും നമ്മൾ ബേസ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഇൻഫിനിറ്റീവ്, 2+ വെർബ് അല്ലേ, അതായത് 2 കഴിഞ്ഞിട്ട് ഒരു വെർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെർബ് എപ്പോഴും എന്തായിരിക്കണം, ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലയോ. ലാസ്റ്റ് ഫൈനൽ വൺ ആണ് മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എപ്പോഴും എന്താണ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മൾ ബേസ് ഫോമിനെ കുറിച്ച് പഠിച്ചപ്പോൾ. ഇംഗ്ലീഷ് വെർബിന്റെ ടെൻസിന്റെ അടിസ്ഥാനത്തിലുള്ള 4 ഫോമിൽ ഒന്നാമത്തെ ഫോം ആയിട്ടുള്ള ബേസ് ഫോം പഠിച്ചപ്പോൾ ഇങ്ങനെ 6 കേസുകളിൽ അത് ഉപയോഗിക്കാമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓരോ കേസുകളിൽ വെച്ചുള്ള സെന്റൻസുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം, എങ്കിലും നിങ്ങൾക്ക് ഇത് നല്ല ഭംഗിയായിട്ട് സെന്റൻസുകൾ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ഇങ്ങനെയുള്ള ഒരിക്കലും മാറ്റം വരാത്ത യൂണിവേഴ്സൽ ട്രൂത്തുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ബേസ് ഫോമിലാണ് എഴുതേണ്ടതെന്നുള്ളത് ഓർത്ത് വെക്കുക. രണ്ടാമത് എന്താണ് പെർമനന്റ് സ്റ്റേറ്റ് അല്ലേ. മൂന്നാമത് ഹാബിച്വൽ ആക്ഷൻസ്, അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തികൾ വരുമ്പോൾ അത് എപ്പോഴും ബേസ് ഫോമിൽ എഴുതേണ്ടതെന്നുള്ളത് ഓർത്ത് വെക്കുക അല്ലേ. പിന്നെ അടുത്തത് പറയുന്നത് എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്, ഒരാൾക്ക് ഒരു റിക്വസ്റ്റ്, കമാൻഡ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് എപ്പോഴും ഇമ്പരേറ്റീവ് സെന്റൻസുകൾ എഴുതുമ്പോൾ എപ്പോഴും എന്താണ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക അല്ലയോ. 2+ ഇൻഫിനിറ്റീവ്, 2 കഴിഞ്ഞൊരു വെർബ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കുക. പിന്നെ മോഡൽ ഓക്സിലറി വെർബുകൾ ഓരോന്ന് ഓർത്തിരിക്കുക. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡഡ്, യൂസ് ടു, ഹാവ് ടു. അതിനകത്ത് വില്ലും ഷാളും ഫ്യൂച്ചറിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ ഫ്യൂച്ചറിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടൈം ആഡ് വെർബുകളും പറഞ്ഞാണ് സൂൺ, കമ്മിങ്, നെക്സ്റ്റ്, ടുമോറോ അല്ലെ. അതത്രയും എന്താണ് ആ മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് ബേസ് ഫോം പ്ലസ് ഈ എന്താണ് ടൈം ആഡ് വെർബുകൾ, ഈ ഫോർമാറ്റിൽ അത് യൂസ് ചെയ്യും എന്നുള്ളതും ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, ഈ ബേസ് ഫോം എങ്ങനെ ഈ പറഞ്ഞ പല കേസുകളിൽ യൂസ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ പെർമനന്റ് ട്രൂത്ത്, പെർമനന്റ് സ്റ്റേറ്റ്, ഹാബിച്വൽ ആക്ഷൻസ് ഇതെല്ലാം നേരത്തെ ചെക്ക് ചെയ്തതായിരുന്നു. ഇനി നമ്മൾ ഒരിക്കൽ കൂടി ഇമ്പരേറ്റീവ് സെന്റൻസും അതിന്റെ കൂടെ ടു ഇൻഫിനിറ്റീവ് പിന്നെ മോഡൽ ഓക്സിലറി വെർബുകൾ ഇതിന്റെ കൂടെ എങ്ങനെ ബേസ് ഫോം യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കി, ഒന്നാമത് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഒന്നാമത്തേത് ഇമ്പരേറ്റീവ് സെന്റൻസ്. നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന വെർബ് കം എന്നുള്ളതാണെന്ന് കരുതുക, കം. അപ്പൊ നമ്മൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്, പ്ലീസ് കം വിത്ത് മീ. പ്ലീസ് കം വിത്ത് മീ, എന്നോടൊപ്പം വരിക. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ പ്ലീസ് കം വിത്ത് മീ എന്നോട് ഒരു റിക്വസ്റ്റ് നടത്തിയിരിക്കുകയാണ്, പ്ലീസ് കം വിത്ത് മീ എന്നോടൊപ്പം വരിക എന്നുള്ളത്. എന്താ സ്റ്റാർട്ട്? പ്ലീസ് എന്ന് പറയുന്നത് പൊളൈറ്റ്നെസിനെ കാണിക്കുന്ന വേർഡ്, കം എന്ന് പറയുന്നത് എന്താണ് മെയിൻ വെർബ് അല്ലെ. മെയിൻ വെർബ് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ഇതിനെ എന്താ പറയുന്നത്, ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയും അല്ലെ, ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയും. രണ്ടാമത് ടു ഇൻഫിനിറ്റീവ്. പ്ലീസ് ട്രൈ ടു കം വിത്ത് മീ അല്ലയോ. പ്ലീസ് ട്രൈ ടു കം വിത്ത് മീ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇമ്പരേറ്റീവ് സെന്റൻസ് തന്നെയാണ്. ഇവിടെ വേറൊരു വെർബിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് മെയിൻ വെർബിലാണ്, ട്രൈ എന്ന് പറയുന്ന ഒരു വെർബിൽ ശ്രമിക്കുക എന്നുള്ളത്. ട്രൈ ടു കം വിത്ത് മീ എന്നോടൊപ്പം വരാൻ. 2+ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്, വരാൻ എന്നുള്ള മീനിങ് ആയി മാറും അല്ലെ. ടു കം വിത്ത് മീ അവിടെ ടു ഇൻഫിനിറ്റീവ് ആയി അല്ലെ. ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന യൂസേജ് ആവും. ഇനി നമ്മൾ മോഡൽ ഓക്സിലറി അല്ലെ, അത് ആദ്യം വില്ലും ഷാളും ഫ്യൂച്ചറിനെ കാണിക്കുന്നത് അല്ലെ. അപ്പം എങ്ങനെ എഴുതാം, ഹി വിൽ കം വിത്ത് മീ, അവൻ എന്നോടൊപ്പം വരും. ഇനിയിപ്പം നാളെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ടൈം ആഡ് വെർബുകളുണ്ടല്ലോ, ഏതൊക്കെയാണ്, കം വിത്ത് മീ, ടുമോറോ നാളെ എന്നോടൊപ്പം വരും.
അല്ലയോ? ഇനി അടുത്ത ബാക്കിയുള്ള മോഡൽ ഓക്സിലറി വെർബുകൾ വില്ലും ഷാളും കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് ഹി ക്യാൻ കം വിത്ത് മീ, അല്ലയോ? മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് ബേസ് ഫോം. ഓക്കെ, ഹി ക്യാൻ എന്ന് പറയുമ്പോൾ മീനിങ് എന്താ വ്യത്യാസപ്പെടുന്നത്? ഹി ക്യാൻ കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ അവൻ എന്നോടൊപ്പം വരാനാവും, കഴിയും എന്നുള്ളതാണ്, അല്ലയോ? അടുത്തത് പോസിബിലിറ്റി, ഹി മെയ് കം വിത്ത് മീ, അവൻ എന്നോടൊപ്പം വരാം, പോസിബിലിറ്റി, സാധ്യത. അപ്പൊ മൂന്നും ഇതിന്റെ ഡിഫറെന്റ് മീനിങ് ഓർത്ത് വെക്കുക. ഇവിടെയും നോക്കുക. പ്ലീസ് കം വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം വാ. പ്ലീസ് ട്രൈ ടു കം വിത്ത് മീ, എന്നോടൊപ്പം വരാൻ ശ്രമിക്കുക, വരാൻ. ഇവിടെ വാ, ഇവിടെ വരാൻ, അല്ലേ? ഹി വിൽ കം വിത്ത് മീ എന്ന് പറയുമ്പോൾ എന്താണ്? വരും. ഹി ക്യാൻ കം വിത്ത് മീ, വരാൻ കഴിയും, വരാനാകും, അല്ലയോ? ഹി മെയ് കം എന്ന് പറഞ്ഞാൽ വന്നേക്കാം, അല്ലയോ? ഇനി അടുത്തത് എന്താണ്? മസ്റ്റ് ചേർത്ത്, ഹി മസ്റ്റ് കം വിത്ത് മീ, അവൻ എന്നോടൊപ്പം വരണം, അല്ലേ? ഇനി അടുത്തത് ഹാവ് ടു എന്ന് പറയുമ്പോൾ അത് സിംഗുലറും പ്ലൂറലും അനുസരിച്ച് വ്യത്യാസപ്പെടും. സിംഗുലർ ആണെങ്കിൽ ഹാസും, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ടു, അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ആ സെൻസ് തന്നെ ഹി ഹാവ് ടു എന്ന് എഴുതില്ല, ഹാസ് ടു എന്ന് എഴുതുള്ളൂ. ഹി ഹാസ് ടു കം വിത്ത് മീ, എന്നോടൊപ്പം അവൻ വരേണ്ടതാണ്, അല്ലെ? ഹി ഹാസ് ടു കം വിത്ത് മീ. ഇനി അടുത്ത സെന്റൻസ് ഹി ought to come with me, അവൻ എന്നോടൊപ്പം വരേണ്ട ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, അല്ലെ? ഹി ought to come with me, അല്ലെ? നെക്സ്റ്റ് ഇനി എന്താണ്? അടുത്തത് ഹി നീഡിന്റ് കം വിത്ത് മീ, അവൻ എന്നോടൊപ്പം വരേണ്ട ആവശ്യമില്ല. നീഡിന്റെ മെയിൻ വെർബ് അല്ല, ഓക്സിലറി. ഹി നീഡിന്റെ കം വിത്ത് മീ. ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് നെഗറ്റീവ് സെന്റൻസിലും ക്വസ്റ്റ്യൻ സെന്റൻസിലുമേ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹി നീഡിന്റെ കം വിത്ത് മീ, അല്ലയോ? അടുത്തത് എങ്ങനെയാണ്? ഡയർ, അല്ലയോ? He daren't come with me, എന്നോടൊപ്പം വരാനുള്ള ധൈര്യമില്ല. ഇവിടെയും ഓക്സിലറി വരുമ്പോ അതുകൊണ്ട് ഡിഫറെന്റ് ഫോംസ് ഇല്ല, അല്ലേ? ഇനിയും യൂസ് ടു, അല്ലയോ? ഹി യൂസ് ടു കം വിത്ത് മീ, അവൻ പതിവായിട്ട് എന്നോടൊപ്പം വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ ചേർത്തുള്ള സെന്റൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫ്യൂച്ചറിനെ കാണിക്കുന്നത്, അല്ലയോ? പിന്നെ ക്യാന് പോസിബിലിറ്റിയെ കാണിക്കുന്നത്, പോസിബിലിറ്റിയെ കാണിക്കുന്നത്, എബിലിറ്റിയെ കാണിക്കുന്നത്, അല്ലയോ? ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷനെ കാണിക്കുന്നത്, അല്ലയോ? മോറൽ ഒബ്ലിഗേഷനെ കാണിക്കുന്നത്, അല്ലയോ? നെസസിറ്റിയെ കാണിക്കുന്നത്, അല്ലയോ? പിന്നെ എന്താണ്? ധൈര്യത്തെ കാണിക്കുന്നത്, പിന്നെ ഫാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ ബേസ് ഫോം മോഡൽ ഓക്സിലറി വെർബിന്റെ കൂടെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു പാർട്ടേ കംപ്ലീറ്റ് കഴിഞ്ഞു. ബേസ് ഫോമിന്റെ യൂസേജ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഭംഗിയായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഫോമിലേക്ക്, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ഫോമിലേക്ക് പോവാം. അപ്പോഴത്തേക്കിന് ഇത് ഭംഗിയായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ.